Hello students, next we have a theorem 4. Statement എന്താന്ന് നോക്കാം. Let K subset of E and be a convex set and let X belongs to K and f of X be a convex function. Then if f of X has a relative minimum, it is also a global minimum. Also, if this minimum is attained at more than one time, the minimum is attained at the convex linear combination of all such points. ഇതാണ് സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്ന കാര്യം. അതായത് ഒരു കോൺവെക്സ് സെറ്റും ഒരു കോൺവെക്സ് ഫംഗ്ഷനും നമ്മുടെ കയ്യിലുണ്ട്. ആ കോൺവെക്സ് ഫംഗ്ഷന് ഒരു റിലേറ്റീവ് മിനിമം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, റിലേറ്റീവ് മിനിമം എന്ന് വെച്ചാൽ ലോക്കൽ മിനിമം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഓൾസോ എ ഗ്ലോബൽ മിനിമം. ഗ്ലോബൽ മിനിമം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആബ്സല്യൂട്ട് മിനിമം. അതായത് ഒരു ലൊക്കാലിറ്റിയിലുള്ള മിനിമമാണ് റിലേറ്റീവ് മിനിമം, ഹോൾ സെറ്റിൽ ഉള്ള മിനിമമാണ് ഗ്ലോബൽ മിനിമം. ഒരു റിലേറ്റീവ് മിനിമം ഉണ്ട് എങ്കിൽ, കോൺവെക്സ് ഫംഗ്ഷൻ്റെ കേസിൽ ഒരു റിലേറ്റീവ് മിനിമം ഉണ്ട് എങ്കിൽ ആ മിനിമം തന്നെയായിരിക്കും എന്ത്, ഗ്ലോബൽ മിനിമം എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ടുള്ളത്. ഇനി മാത്രമല്ല, രണ്ടാമത് പറയുന്ന കാര്യം ഇതാണ്, ഈ മിനിമം ഒന്നിലധികം പോയിന്റിൽ, ആ സെറ്റിലെ ഒന്നിലധികം പോയിന്റിൽ ഈ സെയിം മിനിമം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ, ഈ റിലേറ്റീവ് മിനിമം ഒന്നിലധികം പോയിന്റിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ അത് ആ രണ്ട് പോയിന്റിലായിട്ട്, ഒന്നിലോ ഒരു സിംഗിൾ പോയിന്റിലായിരിക്കും. അതല്ല ഒന്നിലധികം പ്രാവശ്യം അത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ ആ മിനിമം ആ രണ്ട് പോയിന്റ്സിനെയും കൂടി കണക്ട് ചെയ്യുന്ന കോൺവെക്സ് ലീനിയർ കോമ്പിനേഷനിൽ മുഴുവനും, ആ ലൈൻമ മുഴുവനും ആ മിനിമം എക്സിസ്റ്റ് ചെയ്യും. ആ ലൈനിലുള്ള പോയിന്റ്സിലൊക്കെ ആ മിനിമം എക്സിസ്റ്റ് ചെയ്യും എന്നാണ് രണ്ടാമത് പറയുന്ന കാര്യം. അപ്പോൾ എങ്ങനെയാണ് പ്രൂഫ് വരുന്നത് എന്നുള്ളത് നോക്കാം. ആദ്യം നമുക്ക് റിലേറ്റീവ് മിനിമം തന്നെയാണ് അതിൻ്റെ ഗ്ലോബൽ മിനിമം എന്നുള്ളത് പ്രൂവ് ചെയ്യാം. അപ്പോൾ പ്രൂഫ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ലെറ്റ് എഫ് ഓഫ് എക്സ് ഹാവ് എ റിലേറ്റീവ് മിനിമം അറ്റ് എക്സ് നോട്ട്. എക്സ് നോട്ടിലാണ് അതിന് റിലേറ്റീവ് മിനിമം എന്ന് വിചാരിക്കുക. ആൻഡ് ലെറ്റ് എക്സ് വൺ ബിലോങ്സ് ടു കെ. എക്സ് വൺ ഈസ് എനി പോയിന്റ് ഫ്രം the convex set K. Then for any epsilon greater than 0, it is possible to choose lambda such that 0 less than lambda less than 1 and there exists x equal to lambda into x naught plus 1 minus lambda into x1 lying in the delta neighborhood of x naught. അപ്പോൾ ഏത് പോസിറ്റീവ് എപ്സിലൺ എടുത്തിട്ടുണ്ടെങ്കിലും നമുക്കൊരു ലാംഡ കണ്ടുപിടിക്കാൻ സാധിക്കും. സച്ച് ദാറ്റ് ഫോർ എനി എക്സ് ഫ്രം കെ എക്സ് ഈക്വൽ ടു ലാംഡ ഇൻറ്റു എക്സ് നോട്ട് പ്ലസ് 1 മൈനസ് ലാംഡ ഇൻറ്റു x1 എന്നുള്ള രീതിയിൽ എഴുതാൻ പറ്റും. ലൈങ് ഇൻ ദ ഡെൽറ്റ നൈബർഹുഡ് ഓഫ് എക്സ് നോട്ട്. ഡെൽറ്റ നൈബർഹുഡ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡെൽറ്റ റേഡിയസിലുള്ള നൈബർഹുഡ്. അപ്പോൾ ഈ ലൈൻ ആ നൈബർഹുഡിൽ ലൈ ചെയ്യുന്ന രീതിയിൽ, കോൺവെക്സ് സെറ്റ് അല്ലേ കെ, അപ്പോൾ ഈ രണ്ട് പോയിന്റും ആ കോൺവെക്സ് സെറ്റിൽ നിന്നാണ്. അപ്പോൾ അതൊരു ഡെൽറ്റ നൈബർഹുഡ് എടുത്താൽ അതിനുള്ളിൽ ലൈ ചെയ്യുന്ന ഒരു ലൈൻ, കോൺവെക്സ് ലൈൻ നമുക്ക് അവിടെ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഡെൽറ്റ നൈബർഹുഡ് എടുക്കാൻ കാര്യം വേറെ ഒന്നല്ല, നമുക്ക് ആ ഒരു റിലേറ്റീവ് മിനിമം, ആ ലൊക്കാലിറ്റിയിൽ വരുന്ന മിനിമം ആണെന്നാണല്ലോ എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഡെൽറ്റ നൈബർഹുഡ് അവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ പോയിന്റ് എന്തായാലും ആ ഡെൽറ്റ നൈബർഹുഡിനകത്ത് ഉണ്ടാവും, സിൻസ് കെ ഈസ് കോൺവെക്സ്. ഇനി ബൈ ദ ഡെഫിനേഷൻ ഓഫ് റിലേറ്റീവ് മിനിമം വിത്ത് ലാംഡ ഇൻ ദ നൈബർഹുഡ് വി ഹാവ് എഫ് ഓഫ് എക്സ് നോട്ട് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. അപ്പോൾ ഈ ഡെൽറ്റ നൈബർഹുഡിലുള്ള പോയിന്റ്സ് ആണ് എക്സ്, ആ കോൺവെക്സ് ലീനിയർ കോമ്പിനേഷനിൽ വരുന്ന പോയിന്റ്സ്. ആ ഡെൽറ്റ നൈബർഹുഡിൽ വരത്തക്ക രീതിയിലാണ് നമ്മൾ ലാംഡ സെലക്ട് ചെയ്തിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഈ എക്സുകളെല്ലാം എക്സ് നോട്ടിലാണ് റിലേറ്റീവ് മിനിമം എക്സിസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് എഫ് ഓഫ് എക്സ് നോട്ട് ഈസ് less than or equal to f of x for all x in the delta neighborhood of x naught, satisfying the condition lambda x naught plus 1 minus lambda into x1. Okay, f of x naught is less than or equal to f of x ആയിരിക്കും for all x in the delta neighborhood. Okay, അപ്പോൾ f of x naught is less than or equal to f of എക്സിന് പകരം നമുക്ക് ഈ കോൺവെക്സ് ലീനിയർ കോമ്പിനേഷൻ്റെ ഡെഫിനേഷൻ അവിടെ കൊടുക്കാം. അപ്പോൾ ലാംഡ ഇൻറ്റു എക്സ് നോട്ട് പ്ലസ് 1 മൈനസ് ലാംഡ ഇൻറ്റു x1. ദാറ്റ് ഈസ് എഫ് ഓഫ് എക്സ് നോട്ട് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു, എഫ് ഒരു കോൺവെക്സ് ഫംഗ്ഷൻ ആയതുകൊണ്ട് നമുക്ക് ഇതിനെ ഉള്ളിലേക്ക് എടുക്കാം. ഇതിനെ നമുക്ക് ലാംഡ ഇൻറ്റു എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് 1 മൈനസ് ലാംഡ ഇൻറ്റു എഫ് ഓഫ് x1 എഴുതാം, സിൻസ് എഫ് ഈസ് കോൺവെക്സ്. ഓക്കെ, അപ്പോൾ ഇനി ഇത് നോക്കൂ, ഇതിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം, ഇൻഇക്വാലിറ്റിയുടെ ഈ സൈഡിലേക്ക് കൊണ്ടുവന്നതിന് നമുക്ക് 1 മൈനസ് ലാംഡ ഇൻറ്റു എഫ് ഓഫ് എക്സ് നോട്ട് എന്ന് എഴുതാം, വിച്ച് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇപ്പുറത്തെ സൈഡിലുള്ളത് 1 മൈനസ് ലാംഡ ഇൻറ്റു എഫ് ഓഫ് x1. 1 മൈനസ് ലാംഡ എന്ന് പറയുന്ന ഒരു പോസിറ്റീവ് ക്വാണ്ടിറ്റിയാണ്, കാരണം ലാംഡ ഈസ് ഇൻ ബിറ്റ്വീൻ 0 ആൻഡ് 1 ആണ്. അപ്പോൾ 1 മൈനസ് ലാംഡ ഒരു പോസിറ്റീവ് ക്വാണ്ടിറ്റി ആയിരിക്കും. രണ്ട് സൈഡിൽ നിന്ന് അത് ക്യാൻസൽ ചെയ്ത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ വി ഹാവ് എഫ് ഓഫ് എക്സ് നോട്ട് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് x1 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ x1 ഈസ് എനി പോയിന്റ് ഫ്രം കെ എന്നാണ് നമ്മൾ എടുത്തിരുന്നത്, ഒരു ആർബിട്രറി പോയിന്റ് ആയിട്ടാണ് എടുത്തിരുന്നത്. അപ്പോൾ x1 പകരം കെയിലെ ഏത് പോയിന്റ് എടുത്താലും നമുക്ക് കിട്ടാൻ പോകുന്നത് എഫ് ഓഫ് എക്സ് നോട്ട് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് x1 ആണ്. അതായത് എഫ് ഓഫ് എക്സ് നോട്ട് കെ എന്ന് പറയുന്ന സെറ്റിലെ ഏത് പോയിന്റിലുള്ള ഫംഗ്ഷൻ വാല്യൂവിനേക്കാളും ലെസ് ആണ് എഫ് ഓഫ് എക്സ് നോട്ടിൻ്റെ വാല്യൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ മൊത്തത്തിൽ ആ സെറ്റിലെ ഏറ്റവും ലെസ് ആയിട്ടുള്ള വാല്യൂ ആണ്, മിനിമം ആയിട്ടുള്ള വാല്യൂ ആണ് എഫ് ഓഫ് എക്സ് നോട്ട്, വിച്ച് മീൻസ് ദാറ്റ് എഫ് ഓഫ് എക്സ് നോട്ട് ഈസ് എ ഗ്ലോബൽ മിനിമം.
ഓക്കെ, അപ്പോൾ റിലേറ്റീവ് മിനിമം ആണെന്ന് എടുത്തിട്ട് ഇപ്പോൾ ഗ്ലോബൽ മിനിമം ആണ് എന്നുള്ളത് പ്രൂവ് ചെയ്യാനായിട്ട് പറ്റി. ഇനി നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് ഒന്നിലധികം പോയിന്റിൽ ഈ മിനിമം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ ആ പോയിന്റ്സിൽ മാത്രമല്ല അവരെ കണക്ട് ചെയ്യുന്ന കോൺവെക്സ് ലീനിയർ കോമ്പിനേഷൻ ആയിട്ടുള്ള ലൈൻമ കംപ്ലീറ്റ് ആ മിനിമം എക്സിസ്റ്റ് ചെയ്യും. ആ പോയിന്റ്സിലെല്ലാം ആ മിനിമം ആണ് വാല്യൂ വരിക എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. അപ്പോൾ അത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് let y not be another point where the minimum is attained, then f of x naught equal to f of y naught. x naught-നെ കൂടാതെ ഇനി y naught-ലും കൂടി ഈ മിനിമം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് വിചാരിക്കുക. അപ്പോൾ f of x naught equal to f of y naught ആയിരിക്കും. And since y naught is a point in K which is true for x1 is also true for y naught. y naught is also a point in K ആണ്. അപ്പോൾ x1 തൊട്ട് മുമ്പത്തെ സ്റ്റെപ്പിൽ x1 എന്തൊക്കെ ട്രൂ ആയോ ആ കാര്യങ്ങളൊക്കെ നമ്മുടെ y naught-നും ട്രൂ ആവും. അതുകൊണ്ട് തന്നെ നമുക്ക് f of x naught is less than or equal to f of x1 എന്ന് എഴുതിയതിന് പകരം f of x naught is less than or equal to f of x1-നെ നമ്മൾ ലാംഡ ഇൻറ്റു എക്സ് നോട്ട് പ്ലസ് 1 മൈനസ് ലാംഡ ഇൻറ്റു x1 എന്നല്ലേ എഴുതിയിരുന്നത്. അപ്പോൾ ആ x1-ന് പകരം ഇവിടെ നമുക്ക് y naught കൊടുത്ത് എഴുതാം. അപ്പോൾ ലാംഡ ഇൻറ്റു എക്സ് നോട്ട് പ്ലസ് ഇവിടെ y naught അല്ല കേട്ടോ, ലാംഡ ഇൻറ്റു എക്സ് നോട്ട് തന്നെയാണ്. കാരണം നമ്മൾ x1-നെ എഴുതിയത് ഓർമ്മയില്ലേ, x1-നെ എഴുതിയത് അല്ലെങ്കിൽ എക്സിനെ എഴുതിയത് x1 എന്ന് പറയണമെന്നില്ല, എക്സിനെ എഴുതിയത് ലാംഡ ഇൻറ്റു എക്സ് നോട്ട് പ്ലസ് 1 മൈനസ് ലാംഡ ഇൻറ്റു x1 എന്നാണ് എഴുതിയത്. അതുപോലെ y naught-നെ എഴുതുമ്പോൾ ലാംഡ ഇൻറ്റു എക്സ് നോട്ട് പ്ലസ് 1 മൈനസ് ലാംഡ ഇൻറ്റു y1 എഴുതേണ്ടി വരും. കാരണം x1-ന് പകരമല്ലേ നമ്മൾ y1 യൂസ് ചെയ്യുന്നത്, സോറി y naught യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ കറസ്പോണ്ടിംഗ്ലി എഫ് ഓഫ് ലാംഡ ഇൻറ്റു എക്സ് നോട്ട് പ്ലസ് 1 മൈനസ് ലാംഡ ഇൻറ്റു y naught, x1-ന് പകരം y naught എഴുതേണ്ടി വരും. That is less than or equal to f convex ആയതുകൊണ്ട് less than or equal to lambda into f of x naught plus 1 minus lambda into f of y naught. That is ഇത് ഓപ്പൺ ചെയ്ത് വരുമ്പോൾ നമുക്ക് that is equal to f of y naught എന്ന് കിട്ടും. ഇവിടെ നോക്കി നോക്കൂ, നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ടാവുക ലാംഡ ഇൻറ്റു എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് എഫ് ഓഫ് വൈ നോട്ട് മൈനസ് ലാംഡ ഇൻറ്റു എഫ് ഓഫ് വൈ നോട്ട് എന്ന് കിട്ടും. നമുക്കറിയാം എഫ് ഓഫ് എക്സ് നോട്ടും എഫ് ഓഫ് വൈ നോട്ടും സെയിം ആണ്. അപ്പോൾ ഫസ്റ്റ് ടേമും ഈ ലാസ്റ്റ് ടേമും കൂടെ ക്യാൻസൽ ചെയ്ത് പോവും. അപ്പോൾ അത് ക്യാൻസൽ ചെയ്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കി ഉണ്ടാവുന്നത് എഫ് ഓഫ് വൈ നോട്ടാണ്. ആൻഡ് ഓൾസോ വി നോ ദാറ്റ് എഫ് ഓഫ് വൈ നോട്ട് ഈസ് എഫ് ഓഫ് എക്സ് നോട്ട്. അപ്പോൾ ഇൻ ഇഫക്റ്റിൽ നമുക്ക് എഫ് ഓഫ് എക്സ് നോട്ട് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് നോട്ട് എന്ന് കിട്ടും. അല്ലെങ്കിൽ എഫ് ഓഫ് എക്സ് നോട്ട് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് വൈ നോട്ട് എന്ന് കിട്ടും. എഫ് ഓഫ് വൈ നോട്ടും എഫ് ഓഫ് എക്സ് നോട്ടും സെയിം ആയതുകൊണ്ട് അത് രണ്ടും ലെസ് ദാൻ ഓർ ഈക്വൽ ടു കേസാണ് അവിടെ ഹോൾഡ് ചെയ്യുക. അപ്പോൾ എഫ് ഓഫ് എക്സ് നോട്ട് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് ലാംഡ ഇൻറ്റു എക്സ് നോട്ട് പ്ലസ് 1 മൈനസ് ലാംഡ ഇൻറ്റു വൈ നോട്ട് എന്ന് കിട്ടും. അതായത് ഇതിനെ എക്സ്പാൻഡ് ചെയ്തത്, എഫ് ഓഫ് വൈ നോട്ടിനെ എക്സ്പാൻഡ് ചെയ്താൽ നമുക്ക് ഇതാണല്ലോ കിട്ടുക. അപ്പോൾ എഫ് ഓഫ് എക്സ് നോട്ട് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് ലാംഡ ഇൻറ്റു എക്സ് നോട്ട് പ്ലസ് 1 മൈനസ് ലാംഡ ഇൻറ്റു വൈ നോട്ട് എന്ന് കിട്ടും. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ് നോട്ടിനെയും വൈ നോട്ടിനെയും കണക്ട് ചെയ്യുന്ന ലീനിയർ കോമ്പിനേഷൻസ് ആണ്, ആ ലൈനാണ് അല്ലേ. എല്ലാ കോൺവെക്സ് ലീനിയർ കോമ്പിനേഷൻസും ആണ് അവിടെ വരുന്നത്. അപ്പോൾ എഫ് ഓഫ് എക്സ് നോട്ടിൻ്റെ വാല്യൂ തന്നെയാണ് ഇതിൻ്റെയും വാല്യൂ എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു റിലേറ്റീവ് മിനിമം ഉണ്ടെങ്കിൽ ഈ ലൈനിലുള്ള എല്ലാ പോയിന്റ്സിലും ആ റിലേറ്റീവ് മിനിമം എക്സിസ്റ്റ് ചെയ്യും എന്നാണ് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാകുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് രണ്ടാമത്തെ കാര്യത്തിൻ്റെ പ്രൂഫ്. നെക്സ്റ്റ് തിയറം നോക്കാം. നെക്സ്റ്റ് തിയറം പറയുന്നത് ലെറ്റ് എഫ് ഓഫ് എക്സ് ബി ഡിഫൈൻഡ് ഇൻ എ കോൺവെക്സ് ഡൊമൈൻ കെ സബ്സെറ്റ് ഓഫ് ഇ എൻ ആൻഡ് ബി ഡിഫറൻഷ്യബിൾ, ദെൻ എഫ് ഓഫ് എക്സ് ഈസ് എ കോൺവെക്സ് ഫംഗ്ഷൻ ഇഫ് ആൻഡ് ഓൺലി ഇഫ് f of x2 minus f of x1 is greater than or equal to x2 minus x1 dash del f of x1 for every x1 and x2 belongs to K. x2 minus x1 dash എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ട്രാൻസ്പോസ് ആണ്. ഡെൽ എഫ് ഓഫ് x1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഗ്രേഡിയൻറ്റ് വെക്ടർ ആണ്. ഗ്രേഡിയൻറ്റ് വെക്ടർ പഠിച്ചിട്ടുണ്ടല്ലോ, ഡോ എഫ് ബൈ ഡോ x1 ഡോ എഫ് ബൈ ഡോ x2 എന്നൊക്കെ എഴുതുന്നത്. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നോക്കി നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ഇഫ് ആൻഡ് ഓൺലി ഇഫ് കണ്ടീഷനാണ്. അപ്പോൾ ആദ്യം നമ്മൾ ഈ കണ്ടീഷൻ അസ്യൂം ചെയ്യും. ദെൻ അതിൽ നിന്ന് നമുക്ക് എന്തായിരുന്നു കണ്ടീഷൻ ഉണ്ടായിരുന്നത്, കോൺവെക്സ് ഫംഗ്ഷനാണ്, എഫ് ഓഫ് എക്സ് കോൺവെക്സ് ഫംഗ്ഷനാണ് എന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ ആദ്യം രണ്ടാമത് പറഞ്ഞിരിക്കുന്ന ആ കണ്ടീഷൻ അസ്യൂം ചെയ്യും, അതിൽ നിന്ന് എഫ് ഓഫ് എക്സ് കോൺവെക്സ് ഫംഗ്ഷനാണെന്ന് പ്രൂവ് ചെയ്യണം, പിന്നെ നേരെ തിരിച്ച് ചെയ്യണം. അപ്പോൾ അതിൻ്റെ പ്രൂഫ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കണ്ടീഷൻ ആദ്യം ഒന്ന് അസ്യൂം ചെയ്യും. അതായത് 2 പോയിന്റ്സ് എടുത്തിട്ടുണ്ട് എങ്കിൽ അതിൽ x2 മൈനസ് x1
for any 2 points x1, x2 belongs to K, let f of x2 minus f of x1 greater than or equal to x2 minus x1 dash into del f of x1 assume ചെയ്യാം. ഓക്കെ, ഇനി x3 കെയിലെ വേറൊരു പോയിന്റ്, ഏത് 2 പോയിന്റ് എടുത്താലും ഈ കണ്ടീഷൻ ഹോൾഡ് ചെയ്യുന്നുണ്ട് കേട്ടോ, കണ്ടീഷൻ 1 ഹോൾഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ x3 വേറൊരു പോയിന്റ് ഇൻ കെ എന്ന് അസ്യൂം ചെയ്തിട്ടുണ്ട് എങ്കിൽ വി ഹാവ് x1 is equal to lambda into x2 plus 1 minus lambda into x3 എന്ന് എഴുതാൻ പറ്റും for 0 less than lambda less than or equal to 1. നമുക്ക് x1നെ x2ൻ്റെയും x3യുടെയും ലീനിയർ കോമ്പിനേഷൻ, കോൺവെക്സ് ലീനിയർ കോമ്പിനേഷൻ ഒക്കെ എഴുതാം. കാരണം കെ എന്ന് പറയുന്നത് കോൺവെക്സ് സെറ്റാണ്. അപ്പോൾ ഏത് 2 പോയിന്റ്സ് എടുത്തിട്ടുണ്ട് എങ്കിലും നമുക്കതിനെ അങ്ങനെ കണക്ട് ചെയ്ത് എഴുതാനായിട്ട് സാധിക്കും. അപ്പോൾ x1 നമ്മൾ ഈ രീതിയിൽ എഴുതി. ഓൾസോ x1ഉം x3യും പോയിന്റ്സ് ഇൻ കെ ആണ്. അപ്പോൾ കണ്ടീഷൻ 1നെ x1ഉം x2ഉം സാറ്റിസ്ഫൈ ചെയ്ത പോലെ തന്നെ x1ഉം x3യും സാറ്റിസ്ഫൈ ചെയ്യും. അപ്പോൾ f of x3 minus f of x1 is greater than or equal to x3 minus x1 dash del f of x1 എഴുതാം. ഓക്കെ, അപ്പോൾ ഇനി ഈ 2 ഇൻഇക്വാളിറ്റീസും കൂടി ആഡ് ചെയ്യാണ് ചെയ്യുന്നത്. ഈ 2 ഇൻഇക്വാളിറ്റീസും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് എങ്കിൽ we have f of x2 minus f of x1 plus f of x3 minus f of x1 is greater than or equal to this value എന്ന് വരും. ഇനി ചെയ്യുന്നത് ഒരു മിനിറ്റ്, ഇവിടെ ഒരു കറക്ഷൻ ഉണ്ട് കേട്ടോ, അത് ചെയ്യാൻ അത് ഈ സ്റ്റെപ്പിലേക്ക് വരുമ്പോൾ ചെയ്താലും മതി. പിന്നത്തെ സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യുന്നത് ശരിക്കും ഇങ്ങനെ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ആഡ് ചെയ്യേണ്ട ക്വാണ്ടിറ്റി ഇതാണ്, ലാംഡ ഇൻറ്റു 1 പ്ലസ് 1 minus lambda into 2 അല്ലെങ്കിൽ 2 into 1 minus lambda, lambda into equation number 1 plus 1 minus lambda into equation number 2 ആണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പില്ലേ, ഈ ഒരു സ്റ്റെപ്പ് അവിടെ അധികമാണ്, അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അത് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ നോട്ടിൽ അടുത്ത സ്റ്റെപ്പിൽ കൃത്യമായിട്ട് ലാംഡ ഇൻറ്റു 1ഉം പ്ലസ് 1 മൈനസ് ലാംഡ ഇൻറ്റു 2 എന്നുള്ള രീതിയിൽ ഇത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഇങ്ങനെയാണ് നമുക്ക് വരുന്നുണ്ടാവുക. ഇനി അതിനൊന്ന് എക്സ്പാൻഡ് ചെയ്യുക. അതിനെ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ ഈ ഒരു സ്റ്റെപ്പിലേക്ക് എത്തും. ഈ ഒരു സ്റ്റെപ്പിൽ വരുമ്പോൾ നമുക്ക് കുറച്ച് ക്യാൻസലേഷൻസ് ഉണ്ട്. ലാംഡ ഇൻറ്റു എഫ് ഓഫ് x1ഉം ലാംഡ ഇൻറ്റു എഫ് ഓഫ് x1ഉം കൂടെ ക്യാൻസൽ ആവും. ഇവിടെ നമുക്ക് ഇവിടെ ഓരോന്നിൻ്റെയും ട്രാൻസ്പോസ് അല്ലേ, കോൺസ്റ്റൻ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ട്രാൻസ്പോസ് എടുത്ത് ആഡ് ചെയ്യലല്ലേ ഇവിടെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് ഹോളായിട്ട് ട്രാൻസ്പോസ് എടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് സ്റ്റെപ്പിൽ അങ്ങനെ ചെയ്യാൻ പറ്റും. ഹോളായിട്ട് ട്രാൻസ്പോസ് എടുക്കാം, എന്നിട്ട് കോൺസ്റ്റൻ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തത് വേണമെങ്കിൽ എക്സ്പാൻഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അത് നമ്മൾ എക്സ്പാൻഡ് ചെയ്തെടുത്തു. ഇതെല്ലാം ഇതിൻ്റെ കോളം വെക്ടർ എന്നുള്ള ഫോമിൽ എടുക്കുന്നതുകൊണ്ടാണ് അവിടെ ആ ട്രാൻസ്പോസും കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ. ഇപ്പോൾ ഈ കോൺവെക്സ് സെറ്റ് ഒരു യൂക്ലീഡിയൻ സ്പേസ് ആയിട്ട് എടുക്കുന്നതൊക്കെ ഈ കേസ് സബ്സെറ്റ് ഓഫ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് യൂക്ലീഡിയൻ സ്പേസ് ആണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. യൂക്ലീഡിയൻ സ്പേസ് നിങ്ങൾക്ക് അറിയാലോ, അവിടെ എൻ ട്യൂപ്പിൾസിൻ്റെ കളക്ഷൻ ആണുള്ളത്. ആ എൻ ട്യൂപ്പിൾസിനെ നമുക്ക് കോളം വെക്ടറായിട്ട് എഴുതാം. അതിൻ്റെ ട്രാൻസ്പോസ് എന്നുള്ള രീതിയിലാണ്, അതാണ് ഇവിടെ ഈ ട്രാൻസ്പോസ് എന്നുള്ള രീതിയിൽ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. കോളം വെക്ടേഴ്സ് ആയിട്ട് എഴുതാമല്ലോ എൻ ട്യൂപ്പിൾസിനെ, അല്ലെങ്കിൽ കോളം മെട്രിക്സ് ആയിട്ട്. മെട്രിക്സിൻ്റെ വേർഷനും അവിടെ വരുന്നുണ്ട്. യൂക്ലീഡിയൻ സ്പേസ് ആകുമ്പോൾ മെട്രിക്സ് എന്നുള്ള പ്രോപ്പർട്ടിയും അവിടെ വരുന്നുണ്ട്. മെട്രിക്സ് റിപ്രസെൻറ്റേഷനും ഇവിടെ പോസിബിൾ ആണ്. അതാണ് ഈ ട്രാൻസ്പോസ് ഇവിടെ വരാൻ കാരണം. അപ്പോൾ ഇങ്ങനെ ഓരോന്നിൻ്റെയും ട്രാൻസ്പോസും കോൺസ്റ്റൻറ്റ് മൾട്ടിപ്ലിക്കേഷനും ആഡിങ്ങും അവിടെ വരുന്നതിന് പകരം ഹോളായിട്ട് കോൺസ്റ്റൻ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്തിട്ട് ട്രാൻസ്പോസ് എടുത്താലും മതിയാവും. അപ്പോൾ ലാംഡ ഇൻറ്റു ഇങ്ങനെ എഴുതാം നമുക്ക് ഡെൽ എഫ് ഓഫ് x1. അപ്പോൾ ഇതിലും ക്യാൻസലേഷൻ വരുന്നുണ്ട്. ദെൻ ഇതിൽ ബാക്കിയുള്ളത് ഇതാണ്. ദെൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഇതിൽ ബാക്കിയുള്ളത് ഇതാണ് വരിക. അപ്പോൾ ക്യാൻസലേഷൻ കഴിയുമ്പോൾ നമുക്കിത് ഇങ്ങനെയാണ് കിട്ടുക. ഇതിൽ ഈ ലാംഡ x2 പ്ലസ് 1 മൈനസ് ലാംഡ ഇൻറ്റു x3 എന്ന് പറഞ്ഞാൽ x1 ആണ്. അപ്പോൾ x1 മൈനസ് x1 ഡാഷ് എന്ന് ട്രാൻസ്പോസ് എന്ന് വരും. എന്ന് വെച്ചാൽ അത് 0 ആണ്. ഇൻറ്റു ഡെൽറ്റ എഫ് ഓഫ് x1 വന്നാൽ അത് 0 ആയിട്ടാണ് കിട്ടുക. അപ്പോൾ നമുക്ക് ഈ എഫ് ഓഫ് x1 ഇവിടെ ഈ മൈനസ് എഫ് ഓഫ് x1 എന്നുള്ളതിനെ ഇപ്പുറത്തേക്ക് എടുക്കാം. അപ്പോൾ ലാംഡ ഇൻറ്റു എഫ് ഓഫ് x2 മൈനസ് പ്ലസ് 1 മൈനസ് ലാംഡ ഇൻറ്റു എഫ് ഓഫ് x3 ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് x1 എന്ന് കിട്ടും. വിച്ച് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് x1 നമുക്ക് എഫ് ഓഫ് ലാംഡ ഇൻറ്റു x2 പ്ലസ് 1 മൈനസ് ലാംഡ ഇൻറ്റു x3 എന്ന് എഴുതാം. അപ്പോൾ ഈ കണ്ടീഷൻ നമുക്ക് കോൺവെക്സ് ഫംഗ്ഷൻ്റെ കണ്ടീഷനാണ് വരുന്നത്. അപ്പോൾ എഫ് ഈസ് എ കോൺവെക്സ് ഫംഗ്ഷൻ എന്നുള്ളത് ഇതിൽ നിന്ന് ക്ലിയർ ആണ്. ഓക്കെ, അപ്പോൾ ആ പാർട്ടായി. ഇനി തിരിച്ച് പ്രൂവ് ചെയ്യാനായിട്ട്, കോൺവേഴ്സ് പ്രൂവ് ചെയ്യാനായിട്ട്, സപ്പോസ് എഫ് ഓഫ് എക്സ് ഈസ് എ കോൺവെക്സ് ഫംഗ്ഷൻ, ദെൻ ഫോർ എനി x1 and x2 belongs to K 0 less than or equal to lambda less than or equal to 1. ഈ കണ്ടീഷൻ കോൺവെക്സ് ഫംഗ്ഷൻ്റെ കണ്ടീഷൻ അവിടെ ഹോൾഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് അസ്യൂം ചെയ്യാം. ദാറ്റ് ഈസ് എഫ് ഓഫ് x1 മൈനസ് ലാംഡ ഇൻറ്റു എഫ് ഓഫ് x1 പ്ലസ് ലാംഡ ഇൻറ്റു എഫ് ഓഫ് x2 ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ്, ഇത് ഓപ്പൺ ചെയ്യുക. അപ്പോൾ x1 മൈനസ് ലാംഡ x1 പ്ലസ് ലാംഡ x2 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ലാംഡ ഇൻറ്റു എഫ് ഓഫ് x2 മൈനസ് ലാംഡ ഇൻറ്റു എഫ് ഓഫ് x1 ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ്, ഈ എഫ് ഓഫ് x1 എന്നുള്ള ടൈമിനെ ഇപ്പുറത്തേക്ക് എടുത്തു, മൈനസ് എഫ് ഓഫ് x1 ആക്കി. ദാറ്റ് ഈസ് ലാംഡ ഇൻറ്റു എഫ് ഓഫ് x2 മൈനസ് എഫ് ഓഫ് x1 ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് ലാംഡ ഇവിടെ കോമൺ ആയിട്ട് എടുത്തു, മൈനസ് എഫ് ഓഫ് x1
അപ്പോൾ ലാംഡേനെ ഈ സൈഡിലേക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയാണ് നമുക്ക് കിട്ടുക. ദെൻ ടേക്കിംഗ് ദ ലിമിറ്റ് ആസ് ലാംഡ ടെൻസ് ടു 0 വി ഗെറ്റ് ദിസ് റിസൾട്ട്. ഇത് ആസ് ലാംഡ ടെൻസ് ടു 0 ഇതിൻ്റെ വാല്യൂ വരുന്നത് ഇതാണ് കേട്ടോ, x2